Okay, next area പോകാം. Residence and tax liability. Okay. അതായത് നമ്മുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ബേസ് ചെയ്തിട്ടാണ് ഒരാളുടെ അല്ലെങ്കിൽ ഇൻകത്തിൻ്റെ ഒരു സ്കോപ്പ് നമ്മൾ നിശ്ചയിക്കുന്നത്. ഒരാൾക്ക് ടാക്സ് ആ പെർട്ടിക്കുലർ എമൗണ്ട് ടാക്സ് ചെയ്യണോ വേണ്ടേ എന്നുള്ളതെല്ലാം ഓൺ ദ ബേസിസ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് അസസി. അപ്പോൾ അസസിക്കകത്ത് ആരൊക്കെയാണ് വരുന്നത്? ഇൻഡിവിജ്വൽ ഉണ്ടാവും, HUF ഉണ്ടാവും, ഫേം ഉണ്ടാവും, ആർട്ടിഫിഷ്യൽ ജുഡിക്കൽ പേഴ്സൺ, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവരുടെ ഓരോരുത്തരുടെയും റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഫിക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് അവരുടെ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ടാക്സ് കൃത്യമായിട്ട് അവരിൽ മേൽ ഇമ്പോസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ റെസിഡൻസ് ഓഫ് അസസീസ് നോക്കിക്കോളൂ. അത് സെക്ഷൻ 5 പറയുന്നത്. സെക്ഷൻ 5 പറയുന്നത് the scope of total income of an assessee along with his residential status is determined with reference to his residence in India in the previous year. എന്ത് വേണം? ആ ടോട്ടൽ ഇൻകത്തിൻ്റെ സ്കോപ്പും റെസിഡൻഷ്യൽ സ്റ്റാറ്റസും ഉണ്ടെങ്കിൽ മാത്രമേ the scope of total income of an assessee along with the residential status is determined with reference to his residence in India in the previous year. അയാളുടെ പ്രീവിയസ് ഇയർ അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ബേസ് ചെയ്തിട്ടാണ് ടോട്ടൽ ഇൻകത്തിൻ്റെ സ്കോപ്പ് ഉള്ളത്. അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ ചെയ്താൽ മാത്രമേ ആ ടാക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. അതായത് residential status is necessary. Residence and citizenship are two different aspects. അപ്പോൾ നമ്മൾ സിറ്റിസൺഷിപ്പ് എന്ന് കേട്ടിട്ടുണ്ട്. സിറ്റിസൺഷിപ്പും റെസിഡൻഷ്യൽ സ്റ്റാറ്റസും രണ്ടാണ്. സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് അതോറിറ്റി പറയുന്നതാണ്, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ടു പൊളിറ്റിക്കൽ ഗവൺമെൻറ് പറയുന്നതാണ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ടാക്സിന് വേണ്ടിയിട്ട് ഇൻകം ടാക്സ് അതോറിറ്റി ഫിക്സ് ചെയ്യുന്നതാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടാണ്. അല്ല, ഇപ്പോൾ ഇന്ത്യയിലെ സിറ്റിസൺ ആകാം പക്ഷെ റെസിഡൻ്റ് ആയിരിക്കില്ല. ഇനി ഒരുപക്ഷെ ഇന്ത്യയിലെ റെസിഡൻ്റ് ആകാം പക്ഷെ സിറ്റിസൺ ആവണം എന്നില്ല. അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങളാണ്. സിറ്റിസൺഷിപ്പും റെസിഡൻഷ്യൽ സ്റ്റാറ്റസും രണ്ടാണെന്നുള്ളതാണ്. ദ ഇൻസിഡൻസ് ഓഫ് ടാക്സ് ആൻഡ് നത്തിങ് ടു ഡു വിത്ത് സിറ്റിസൺഷിപ്പും ഇൻസിഡൻസ് ഹിയർ മീൻസ് സ്കോപ്പ്. ആ സ്കോപ്പ് ഓഫ് ഇൻകം ടാക്സും സിറ്റിസൺഷിപ്പും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഒരു ഇൻകം ചിലപ്പോൾ ഒരു സിറ്റിസൺ അല്ലെങ്കിൽ പോലും അയാൾ ചിലപ്പോൾ ടാക്സ് കൊടുക്കേണ്ടി വരും. മനസ്സിലായില്ലേ? ഇനി ഒരുപക്ഷെ സിറ്റിസൺ ആണെങ്കിൽ പോലും അയാൾ ടാക്സ് കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ ഓർത്തോളുക, സിറ്റിസൺഷിപ്പും റെസിഡൻഷ്യൽ സ്റ്റാറ്റസും രണ്ടാണ്. ദെൻ an Indian may be non-resident, foreigner may be resident. ഒരു ഇന്ത്യൻ എന്ന് പറയുന്ന നോൺ റെസിഡൻ്റ് ആകാം, ഒരു ഫോറിനർ റെസിഡൻ്റ് ആകാം. ഫോർ ദ ഇൻകം ടാക്സ് പേർപ്പസസ് നമ്മൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ the residence of a person may change from year to year but citizenship cannot be changed every year. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആനുവലി ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സിറ്റിസൺഷിപ്പ് അങ്ങനെ ചേഞ്ച് ആവില്ല. സിറ്റിസൺഷിപ്പ് വൺസ് ഡിക്ലെയർഡ് ഇറ്റ് വിൽ ബി പെർമനൻറ്റ്. കേട്ടോ? A person may be a resident in more than one country for the same previous year. ഒരു പേഴ്സൺ ഒന്നിലധികം രാജ്യങ്ങളിൽ റെസിഡൻ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഒന്നിലധികം രാജ്യങ്ങളിൽ സിറ്റിസൺ ആകില്ല. ഒന്നിലധികം രാജ്യങ്ങളിൽ റെസിഡൻ്റ് ആകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. Okay, here is the type of residence. Residential status are broadly classified into two. ശ്രദ്ധിക്കുക, residential status are broadly classified into two. Resident എന്നും നോൺ റെസിഡൻറ്റും എന്നാണ് ബേസിക്കലി they are classified into two. If an assessee will become resident or non-resident. ഇനി റെസിഡൻ്റ് ആണെങ്കിൽ നമ്മൾ ചെക്ക് വെദർ he is resident and ordinary resident, അല്ലെങ്കിൽ റെസിഡൻറ്റ് ബട്ട് ഓർഡിനറി റെസിഡൻറ്റ്, അല്ലെങ്കിൽ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. മനസ്സിലായോ? ഇവിടെ ആ റെസിഡൻസിന് കുറച്ചുകൂടി ഒരു ഇമ്പോർട്ടൻസ് അവിടെ റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി സാധാരണയായിട്ടല്ല ഇവിടെ തന്നെയാണ്. റെസിഡൻ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, അത് റെസിഡൻറ്റിൻ്റെ വകഭേദങ്ങളാണ്. അപ്പോൾ റെസിഡൻറ്റിനെ ക്ലാസിഫൈ, നോൺ റെസിഡൻറ്റ് വേറെ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ക്ലാസിഫൈ വെദർ the person is resident or non-resident. ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ട റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻറ്റ്. if it is non-resident then no calculation remains. then it is resident, then check whether resident and ordinarily ആണോ not ordinarily ആണോ എന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്സ്.
Okay, there are separate rules for determining the residence of different kinds of assessees. Separate rules ആണ് individuals, Hindu undivided family, firms, association of persons, companies, local authorities, ഇതെല്ലാം എന്താണ് different types of assessee ആണ്, നമുക്ക് അറിയാവുന്നതാണ്. ഇവർക്കൊക്കെ ഡിഫറെൻറ്റ് രീതിയിലാണ് ചെയ്യുന്നത്. ബേസിക് ഏതാണ്ട് ഒന്ന് തന്നെയാണ്. ദെൻ നോക്കിക്കോളൂ, ഇൻഡിവിജ്വൽസ് ആണ് മെയിനായിട്ട്. ഇൻഡിവിജ്വൽസ് പഠിച്ചാൽ ബാക്കി പഠിക്കാനെല്ലാം സിമ്പിളാണ്, എളുപ്പമാണ്. ആദ്യം ഇൻഡിവിജ്വൽസിൻ്റെ ഓർഡിനറി റെസിഡൻഷ്യൽ സ്റ്റാറ്റസിലേക്ക് വരികയാണ്. അപ്പോൾ ആദ്യം പറയുന്ന റെസിഡൻറ്റ്. അപ്പോൾ റെസിഡൻ്റ് ആവുന്നത് ആരാണെന്നുള്ളതാണ്. ആൻഡ് ഇൻഡിവിജ്വൽ ഈസ് സെഡ് ടു ബി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഇൻ എനി പ്രീവിയസ് ഇയർ. അപ്പോൾ ആദ്യത്തെ ഇതറിയാലോ, ചെക്ക് വെദർ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വെദർ റെസിഡൻറ്റ് ഓർ നോൺ റെസിഡൻറ്റ്. റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ റെസിഡൻ്റ് ആകാനായിട്ട് ഇൻഡിവിജ്വൽ സെഡ് ടു ബി റെസിഡൻറ്റ് ഇൻ പ്രീവിയസ് ഇയർ ഇഫ് ഹി സാറ്റിസ്ഫൈസ് എനി ഓഫ് ദ ഫോളോയിങ് ബേസിക് കണ്ടീഷൻസ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ താഴെ പറയുന്ന ഏതെങ്കിലും എനി വൺ ഓഫ് ദ, ഇവിടെ ശ്രദ്ധിച്ചോണം, എനി വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻസ് പറയാം. ആ ബേസിക് കണ്ടീഷൻ പറയുന്ന സെക്ഷൻ 6 സബ്സെക്ഷൻ 1 ആണ്. ഇനി രണ്ട് കണ്ടീഷൻസ് താഴെ പറയും, രണ്ട് കണ്ടീഷൻസ് താഴെ പറയും. ഇതിലേതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ ഹി വിൽ ബിക്കം റെസിഡൻറ്റ്. ഇതിൽ ഒരെണ്ണം പോലും രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ ഹി വിൽ ബിക്കം നോൺ റെസിഡൻറ്റ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഫസ്റ്റ് കണ്ടീഷൻ നോക്കിയേ, ഹി ഹാസ് ബീൻ ഇന്ത്യ ഇൻ ദ പ്രീവിയസ് ഇയർ ഫോർ എ പീരീഡ് ഓഫ് 182 days ഓർ മോർ. പ്രീവിയസ് ഇയറിലെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് നമ്മൾ തപ്പുന്നത്. ഓക്കെ, പ്രീവിയസ് ഇയറിൽ ഇൻകം ഏൺ ചെയ്യുന്നു, ആ വർഷത്തെ ഏൺ ചെയ്ത ഇൻകം നമ്മൾ അസസ്മെന്റ് ഇയറിൽ ടാക്സ് ചെയ്യാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ ടാക്സ് ചെയ്യുമ്പോൾ അയാളുടെ പ്രീവിയസ് ഇയറിലെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ആ പ്രീവിയസ് ഇയറിൽ 182 days ഓർ മോർ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ ഹി വിൽ ബിക്കം റെസിഡൻറ്റ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ ആണല്ലോ, 182 days ഓർ മോർ ഇന്ത്യയിൽ ഉണ്ടാവുക. ഈ സെക്കൻഡ് കണ്ടീഷൻ, ഹി ഹാസ് ബീൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 365 days ഡ്യൂറിങ് ദ 4 years പ്രിസീഡിങ് ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിന് മുൻപേ ഉള്ള 4 വർഷങ്ങൾ, പ്രിസീഡിങ് ദ റിലവൻറ്റ് പ്രീവിയസ് ഇയർ, 4 വർഷങ്ങളിൽ 365 days പ്ലസ് പ്രീവിയസ് ഇയറിൽ പ്രിസീഡിങ് ആൻഡ് ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 60 days ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. പിന്നീട് രണ്ടാമത്തത് ഇറ്റ്സ് എ കോംബോ കണ്ടീഷൻ, രണ്ടും കൂടെ ചേർന്നാലേ പറ്റുള്ളൂ. പ്രീവിയസ് ഇയറിൽ 60 days ഉണ്ടായിരിക്കുകയും വേണം, ആ പ്രീവിയസ് ഇയറിൻ്റെ തൊട്ടു മുമ്പത്തെ 4 വർഷങ്ങൾ എടുത്താൽ ഇൻ ടോട്ടൽ 365 days ഉണ്ടാവുക. ഓക്കെ, ഒന്നുകിൽ പ്രീവിയസ് ഇയറിൽ മാത്രം 182 days ഓർ മോർ ഉണ്ടെങ്കിൽ, 182 days ഓർ പ്ലസ് ഉണ്ടെങ്കിൽ റെസിഡൻ്റ് ആയി, പിന്നെ വേറെ നോക്കാനൊന്നുമില്ല. ഇനി അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ ആദ്യം 60 days ഉണ്ടോ നോക്കുക, ഉണ്ട്. അതിനോടൊപ്പം ആ പ്രീവിയസ് ഇയറിൻ്റെ ബാക്കിലോട്ട് 4 വർഷം എടുക്കുക, ആ 4 വർഷം അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ദിവസങ്ങൾ ആഡ് ചെയ്തെടുക്കുമ്പോൾ 365 days ഉണ്ടാവുകയാണെങ്കിൽ, 4 വർഷം പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുമ്പുള്ള 4 വർഷങ്ങൾ എടുക്കുമ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് 365 days ഓർ മോർ ആണെങ്കിൽ ഹി വിൽ ബിക്കം റെസിഡൻറ്റ്. ഓക്കെ, ഓർഡിനറിലി ആണോ അല്ലേ എന്നുള്ള കാര്യം ഞാൻ അടുത്ത് പറയാം. ഹി വിൽ ബിക്കം റെസിഡൻറ്റ്. അപ്പോൾ ബേസിക് കണ്ടീഷൻ ഇത് കണ്ടോ, ഇത് ഓർ ദിസ് കണ്ടീഷൻ ഓർ ദിസ് കണ്ടീഷൻ, ഇതിലേതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്യണം. ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഹി വിൽ ബിക്കം റെസിഡൻറ്റ്. അപ്പോൾ ഫസ്റ്റ് പാർട്ടായി. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കണ്ണടച്ചുകൊണ്ട് പറയാം, ഒരു വ്യക്തി 60 days താഴെയാണ് ഇന്ത്യയിലുള്ളതെങ്കിൽ അയാൾ കണ്ണടച്ചുകൊണ്ട് പറയാം എന്തല്ല, നോൺ റെസിഡൻറ്റ്. 60 ദിവസത്തിൽ താഴെയാണെങ്കിൽ നോൺ റെസിഡൻറ്റ്. ഇനി എന്തുണ്ടായിട്ട് 60 ദിവസത്തിൽ കൂടുതൽ 60 ദിവസവും ഉണ്ടായിട്ടും കാര്യമില്ല, പക്ഷെ എന്നിരുന്നാലും കണ്ണടച്ചുകൊണ്ട് പറയാം 60 ദിവസത്തിൽ താഴെയാണെങ്കിൽ നോൺ റെസിഡൻറ്റ്, 182 days പ്ലസ് ആണെങ്കിൽ റെസിഡൻറ്റ്. ഇനി 60ൻ്റെയും 182ൻ്റെയും ഇടയ്ക്കാണെങ്കിൽ ബാക്കിലോട്ടുള്ള 4 വർഷം കൂടെ നോക്കുക, അതിൽ 365 days എന്തുണ്ടായിരിക്കണം, ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. സോ ബേസിക് കണ്ടീഷൻ ഒരിക്കലും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കാനുള്ള പോയിന്റ് ആണ് ഈ ബേസിക് കണ്ടീഷൻ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഹി വിൽ ബിക്കം റെസിഡൻറ്റ്. ഓക്കെ,
അടുത്തത് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞിട്ട് എക്സെപ്ഷൻസ് ടു ദ അബവ് റൂൾസ് ഓഫ് 60 ഡേയ്സ്. ഇനി ഈ 60 ഡേയ്സ് ചില കേസുകളിൽ ഈ 60 ഡേയ്സ് ബാധകമല്ല, അതായത് അഡീഷണൽ കണ്ടീഷൻ 2 ബാധകമല്ല. ഇനി പറയാൻ പോകുന്ന സിറ്റുവേഷനുകളിൽ അയാൾ 182 ഡേയ്സ് പ്ലസ് തന്നെ ഉണ്ടായിരിക്കണം. ആ 60 ഡേയ്സ് 365 ഡേയ്സ് കോംബോ, അതായത് രണ്ടാമത്തെ കണ്ടീഷൻ വാലിഡ് അല്ല. ഇനി പറയാൻ പോകുന്ന സിറ്റുവേഷൻ നോക്കിക്കോളൂ. An individual who is a citizen of India and lives in India in the previous year for the purpose of employment or as a member of the crew of an Indian ship must have stayed in India for at least 180 days during the previous year instead of 60 days. ആരൊക്കെയാണ്? Person who is a citizen of India lives in India, ഇന്ത്യയിൽ നിന്ന് പോയി, എംപ്ലോയ്മെന്റ് ജോലി ആവശ്യത്തിനായിട്ട് വേറൊരു രാജ്യത്തിലേക്ക് പോയി കേട്ടോ. citizen and lives in India in any previous year for the purpose of employment, ജോലി ആവശ്യത്തിലേക്ക് പോയി, or as a member of crew of an Indian ship, ഒരു ഇന്ത്യൻ ഷിപ്പിന്റെ ക്രൂ ആയിട്ട് അയാൾ പോയി. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അയാൾക്ക് ഈ 60 ഡേയ്സ് എന്നുള്ളത് ബാധകമല്ല. 182 ഡേയ്സ് ഫസ്റ്റ് കണ്ടീഷൻ തന്നെ ഫോളോ ചെയ്തിരിക്കണം. ഈ ഫസ്റ്റ് കണ്ടീഷൻ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്, he will become നോൺ റെസിഡന്റ്. അയാൾ ആരാവും? നോൺ റെസിഡന്റ്. അവിടെ ഈ 60 ഡേയ്സ് പ്ലാൻ ഈസ് നോട്ട് വർക്കിംഗ്, 60 ഡേയ്സ് കണ്ടീഷൻ ഈസ് നോട്ട് വർക്കിംഗ്. എന്താണ് സിറ്റുവേഷൻ എന്നറിയില്ലോ? ഇത് എടുത്തു പറയുന്നത് ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. അതായത് എംപ്ലോയ്മെന്റിന്റെ ആവശ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളതാണ് എങ്കിൽ, പ്രീവിയസ് ഇയറിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് പോയി, അത് എംപ്ലോയ്മെന്റ് ആവശ്യത്തിലത്തേക്കാണ് പോയിട്ടുള്ളതെങ്കിൽ ജോലിക്ക് അങ്ങനെയുള്ളൊരു എങ്കിൽ അവിടെ 182 ഡേയ്സ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഷിപ്പിന്റെ ക്രൂ മെമ്പർ ആയിട്ടാണ് പോയിട്ടുള്ളതെങ്കിൽ ഈ 60 ഡേയ്സ് കണ്ടീഷൻ ഈസ് നോട്ട് വർക്കിംഗ്. അവിടെ 182 ഡേയ്സ് പ്ലസ് തന്നെ വേണം കേട്ടോ. അടുത്ത, ഇഫ് എനി സിറ്റിസൺ ഓഫ് ഇന്ത്യ ഫോറിൻ നാഷണൽ ഓഫ് എ ഇന്ത്യൻ ഒറിജിൻ, അയാൾ ഒരു ഫോറിൻ നാഷണൽ ആണ്, ഇന്ത്യൻ ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഫാദറോ മദറോ ഇന്ത്യൻ റെസിഡന്റ് അല്ലെങ്കിൽ സിറ്റിസൺ ആകുമ്പോഴാണ് ഫോറിൻ നാഷണൽ എന്ന ഇന്ത്യൻ ഒറിജിൻ. ഹു ഈസ് ലിവിങ് ഔട്ട്സൈഡ് ഇന്ത്യ കം ടു വിസിറ്റ് ടു ഇന്ത്യ, അതായത് ഇന്ത്യക്ക് പുറത്താണ് താമസിക്കുന്നത്, ഇന്ത്യയെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നു. ഹി മസ്റ്റ് ബി സ്റ്റേഡ് ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 120 ഡേയ്സ് ഇഫ് ടോട്ടൽ ഇൻകം എക്സീഡിങ് 50 lakhs. ഈ എന്താണ് ടോട്ടൽ ഇൻകം അതർ ദാൻ ഇൻകം ഫ്രം ഫോറിൻ സോഴ്സസ് ഒന്ന് നോക്കി വെച്ചോണം. അയാളുടെ ടോട്ടൽ ഇൻകം 15 lakhs ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ആണെങ്കിൽ, അയാളുടെ ഇൻകം 15 ലക്ഷം ആണെങ്കിൽ 120 ഡേയ്സും ഓക്കെ, ഇതൊക്കെ ഓർത്ത് വയ്ക്കാനുള്ളതാണ്. 120 ഡേയ്സും if the total income up to 15 lakh വരെയാണെങ്കിൽ during the he must stay in India for at least 182 days. 15 ലക്ഷം എക്സീഡ് ചെയ്യുന്നെങ്കിൽ 120 ഡേയ്സും 15 ലക്ഷം അപ് ടു 15 lakhs വരെയാണെങ്കിൽ ഈ പറഞ്ഞല്ലോ 182 ഡേയ്സ്. ഇതൊരു പാടുമില്ല, പഴയ ഫസ്റ്റ് കണ്ടീഷൻ ഡ്യൂറിങ് ദ ഇൻസ്റ്റെഡ് ഓഫ് 60 ഡേയ്സ്. അപ്പോൾ എങ്കിൽ 60 ദിവസത്തെ പ്ലാൻ, അവിടെയും ബേസിക് കണ്ടീഷൻ നമ്പർ സെക്കൻഡ് ഈസ് നോട്ട് വർക്കിംഗ്. ഇവിടെ എന്താണ് പറയുന്നത്? ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ഒരു ഫോറിൻ നാഷണൽ ആണ്, ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. അയാൾ ഇൻകം നേടിയിട്ടുണ്ടെങ്കിൽ 15 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ 120 ഡേയ്സ്, 15 ലക്ഷത്തിനുള്ളിലാണെങ്കിൽ 182 ഡേയ്സ്. അല്ലാതെ 60 ഡേയ്സ് പ്ലാന് 60 ഡേയ്സ് ബേസിക് കണ്ടീഷൻ വർക്ക് ചെയ്യുന്നില്ല. അവിടെയും 182 ഡേയ്സ് അല്ലെങ്കിൽ 120 ഡേയ്സ് അത് ഫിക്സ് ചെയ്യുന്നത് ഇൻകത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഇതാണ് ആ ഒരു സെക്കൻഡ് കണ്ടീഷൻ. ബേസിക് കണ്ടീഷൻ സെക്കൻഡ് ഇവിടെ രണ്ടിടത്തും വർക്ക് ആവില്ല കേട്ടോ. ഇനി സ്റ്റേ ഇൻ ഇന്ത്യ 182 ഡേയ്സ് ഓർ മോർ എന്ന് പറയുമ്പോൾ അവിടെ നമ്മളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. 182 ഡേയ്സ് അടുപ്പിച്ച് എപ്പോൾ വേണമെങ്കിലും വന്നു പോകാം, എല്ലാം കൂടെ അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ദിവസങ്ങൾ ഈ ടോട്ടൽ ഇത് കൂട്ടിയെടുത്തിട്ടാണ് 182 ഡേയ്സ് എന്നാണ് എക്സ്പ്ലനേഷൻ നമ്പർ 2 പറയുന്നത്. സ്റ്റേ ഇൻ ഇന്ത്യ ഫോർ 182 ഡേയ്സ് ഓർ മോർ ആസ് പെർ ദ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ it is necessary that individual must have stayed in anywhere in India. ഇന്ത്യയുടെ എവിടെ വേണമെങ്കിലും താമസിക്കാം for at least 182 days during the previous year. It is not at all necessary that he should stay at a stretch for 182. ഒരു സ്ട്രെച്ചിൽ താമസിക്കണം എന്നില്ല. His total stay for at least 182 days may be with gaps. ഇടയ്ക്ക് അയാൾക്ക് പോയിട്ടൊക്കെ വരാം. It is also not necessary that entire stay should be in one place. ഇനി ഈ എൻ്റയർ ആയിട്ട് ഈ 180 ഡേയ്സും ഒരു സ്ഥലത്ത് തന്നെ താമസിക്കണമെന്നില്ല. അയാൾക്ക് ഇഷ്ടമുള്ള എവിടെ വേണമെങ്കിലും താമസിക്കാം. ഇറ്റ് മേ ബി അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ എക്സ്പ്ലനേഷൻ 1 ആ 60 ഡേയ്സ് റൂള് വരാത്തത് എവിടെയൊക്കെയാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അത് ഓർത്തോണം. എവിടെയൊക്കെയാണ്? എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരാൾ പോയി കഴിഞ്ഞാലുള്ളതാണ്. അങ്ങനെയെങ്കിൽ 182 ഡേയ്സ് ആണ്. അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഷിപ്പിൻ്റെ ക്രൂ മെമ്പറായിട്ട് പോയാൽ
പിന്നെ ഒരു ഇന്ത്യൻ ഒറിജിൻ ഫോറിൻ നാഷണൽ ഇന്ത്യൻ ഒറിജിൻ ഇന്ത്യ കാണാൻ വേണ്ടി വരികയാണെങ്കിൽ അയാളുടെ ഇൻകം 15 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ 120 ഡേയ്സും 15 ലക്ഷത്തിൽ കുറവാണെങ്കിൽ 182 ഡേയ്സും തന്നെ ഉണ്ടാവണം. അവിടെയും 60 ഡേയ്സ് പ്ലാൻ ഈസ് നോട്ട് വർക്കിംഗ് കേട്ടോ. അപ്പോൾ അടുത്ത് 2 പറയുന്നത് 180 ഡേയ്സ് ഒരുമിച്ച് വേണമെന്നില്ല, ഗ്യാപ്സ് ഉണ്ടാവാം, ഒരു സ്ഥലത്ത് തന്നെ വേണമെന്നില്ല, ഇന്ത്യയുടെ എവിടെയെങ്കിലും ഒക്കെ താമസിച്ചാൽ മതി. ഓക്കെ, സ്റ്റേ ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 365 ഡേയ്സ്. ഇതും അവിടെ തന്നെ അത് തന്നെയാണ് പറയുന്നത്. നമ്മൾ അഡീഷണൽ കണ്ടീഷൻ ബേസിക് കണ്ടീഷൻ്റെ നമ്പർ 2 പറഞ്ഞല്ലോ. അതായത് പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സും അതിൻ്റെ ബാക്കിലോട്ടുള്ള 365 ഡേയ്സും 4 വർഷം 365 ഡേയ്സും പറയുന്നില്ലേ, അവിടെയും അത് ഒന്നാവണമെന്നില്ല, ഇവർ ഒരിടത്ത് തന്നെ താമസിക്കണം എന്നില്ല, ഗ്യാപ്സ് വരാം. ആ 4 വർഷം പ്രീവിയസ് ഇയറിൽ 60യും പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുമ്പത്തെ 4 വർഷം ടോട്ടൽ കൗണ്ട് ചെയ്തെടുക്കുമ്പോൾ 365 ഡേയ്സും ആ ഡേയ്സും കൗണ്ട് ചെയ്യുമ്പോൾ ഒറ്റ സ്ട്രെച്ചിനാവണമെന്നില്ല, ഇന്ത്യയുടെ ഇന്ന പർട്ടിക്കുലർ ഭാഗത്തു നിന്നുണ്ടാവുന്നത്, ഇന്ത്യയിലുണ്ടാവണം, താമസിച്ചിരിക്കണം, എല്ലാം കൂടെ കൂട്ടിയെടുക്കുക 365 ഡേയ്സ്. അതാണ് ആ എക്സ്പ്ലനേഷൻ അടുത്ത് പറയുന്നത് കേട്ടോ. അടുത്തത് പറയുന്നത് ഡീംഡ് ടു ബി റെസിഡന്റ്. ഇതിൻ്റെ ഇടയ്ക്ക് കയറി വന്നതാണ്. An Indian citizen who is not liable to pay tax in any other country or territory by reason of his domicile or residence or any other criteria of similar nature shall be deemed to be resident in India. ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണ്, അയാൾ വേറെ ഒരു കൺട്രിയിലും അയാൾക്ക് ടാക്സ് അടയ്ക്കാൻ പറ്റില്ല. ഇന്ത്യൻ സിറ്റിസൺ ആയതുകൊണ്ട് വേറെ ഒരു കൺട്രിയിലും, അല്ലെങ്കിൽ ഇന്ത്യൻ ആ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അയാൾക്ക് ഇൻകം കാണില്ലായിരിക്കും, എന്തെങ്കിലും അയാൾ എന്ത് ചെയ്യുന്നു, ഇന്ത്യൻ സിറ്റിസൺ, പക്ഷെ അയാൾ ഇന്ത്യയിൽ താമസിക്കുന്നില്ല, ഇന്ത്യൻ സിറ്റിസൺ ആണ്, പക്ഷെ വേറൊരു കൺട്രിയിൽ അയാൾക്ക് ടാക്സ് അടയ്ക്കാൻ പറ്റില്ല. മറ്റെന്തെങ്കിലും ഉണ്ടാ, ഹു ഇസ് നോട്ട് ലൈബിൾ ടു പേ ടാക്സ് ഇൻ എനി അതർ കൺട്രി, വേറെ കൺട്രിയിൽ നിന്നും ടാക്സ് അടയ്ക്കാമല്ലോ, ഓർ ടെറിട്ടറി ബൈ റീസൺ ഓഫ് ഹിസ് ഡൊമിസിൽ ഓർ റെസിഡൻസ് ഓർ എനി അതർ ക്രൈറ്റീരിയ ഓർ സിമിലർ നാച്ചർ, അയാൾ താമസിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ റെസിഡൻസ് മറ്റെന്തെങ്കിലും റീസൺ കൊണ്ട് അതുകൊണ്ടാണെങ്കിൽ ഷാൽ ബി ഡീംഡ് ടു ബി റെസിഡന്റ്. അങ്ങനെയെങ്കിൽ ഡീംഡ് ഇന്ത്യയിലെ റെസിഡൻസ് ആയിട്ട് നമ്മൾ കണക്കാക്കും. ഡീംഡ് ടു ബി റെസിഡന്റ്, ചില ഡീംഡ് ടു ബി ഇനി ഇടയ്ക്കിടയ്ക്ക് കയറി വേണ്ടി അങ്ങനെ കണക്കാക്കുന്നു. ഇത് ലോ ആയതുകൊണ്ടാണ് അങ്ങനെ ഡീംഡ് ടു ബി. ദ കണ്ടീഷൻ ഫോർ ഡീംഡ് റെസിഡൻസ് സ്റ്റാറ്റസ് അപ്ലൈസ് ഓൺലി ഇഫ് ദ ടോട്ടൽ ഇൻകം എക്സീഡ്സ് 15 lakhs. 15 ലക്ഷത്തിൽ കൂടിയാൽ മാത്രമേ ഈ ഡീംഡ് റെസിഡന്റ് ആവുള്ളൂ കേട്ടോ, ഡീംഡ് ടു ബി റെസിഡന്റ് ആകുള്ളൂ. ഓക്കെ, ഇനിയാണ് അഡീഷണൽ കണ്ടീഷൻ വരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഇൻഡിവിജ്വൽ നോക്കി റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ എന്ന് കണ്ടുപിടിക്കണം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ബേസിക് കണ്ടീഷൻ 2 നോക്കി, അതിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തു, ഹി വിൽ ബിക്കം റെസിഡന്റ്. റെസിഡന്റ് ആയാൽ അടുത്ത സ്റ്റെപ്പ് ചെക്ക് ചെയ്യണം, അയാൾ ഓർഡിനറിലി ആണോ നോട്ട് ഓർഡിനറിലി ആണോ, റെസിഡന്റ് ആൻഡ് ഓർഡിനറിലി റെസിഡന്റ് ആണോ, റെസിഡന്റ് ആൻഡ് നോട്ട് ഓർഡിനറിലി റെസിഡന്റ് ആണോ. ഫോർ ദിസ് വി ഹാവിങ് അഡീഷണൽ കണ്ടീഷൻസ്. നമുക്ക് എന്തുണ്ട്, നമുക്ക് 2 അഡീഷണൽ കണ്ടീഷൻസ് പറയുന്നുണ്ട് കണ്ടോ. വി ആർ ഹാവിങ് സം അഡീഷണൽ കണ്ടീഷൻസ്. അഡീഷണൽ കണ്ടീഷൻസ് എന്താ പറയുന്നതെന്ന് നോക്കിക്കോളൂ. അഡീഷണൽ കണ്ടീഷൻസ് കണ്ടോ. ഇൻ ഫാക്ട് in order that individual may become ordinarily resident in India, he has to satisfy both the following conditions besides satisfying any one of the above mentioned basic condition. ഇനി റെസിഡന്റ് ആൻഡ് ഓർഡിനറിലിയും റെസിഡന്റ് ആൻഡ് നോട്ട് ഓർഡിനറിലിയും അത് കണ്ടുപിടിക്കാൻ അഡീഷണൽ കണ്ടീഷൻ ഉണ്ട്. ഈ 2 അഡീഷണൽ കണ്ടീഷൻസും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്താൽ, 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം he will become resident and ordinarily resident ആവും. ഇനി ഇതിൽ ഒരു കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുണ്ടെങ്കിലും ഒരുപോലെയാണ്. ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നതും ഒന്നും സാറ്റിസ്ഫൈ ചെയ്യാത്തതും ഒരുപോലെ തന്നെയാണ്. സാറ്റിസ്ഫൈ ആവണമെങ്കിൽ ഇത് രണ്ടും വർക്ക് ആവണമെങ്കിൽ രണ്ടും ചെയ്താൽ മാത്രം, രണ്ടും ഓക്കെ ബിസൈഡ് സാറ്റിസ്ഫൈങ് രണ്ടും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം ഹി വിൽ ബിക്കം റെസിഡന്റ്. റെസിഡന്റ് ആകാൻ എന്ത് മതി, ബേസിക് കണ്ടീഷനിൽ ഒരെണ്ണം മതി. ഇനി ആൻഡ് ഓർഡിനറിലി പറയണമെങ്കിൽ ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ആവണം. ഇതിൽ ഒരെണ്ണേ സാറ്റിസ്ഫൈ ആവുന്നുള്ളൂ, അല്ലെങ്കിൽ ഇതിൽ ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ റെസിഡന്റ് ആൻഡ് നോട്ട് ഓർഡിനറിലി റെസിഡന്റിലേക്ക് വരും. ഇനി എന്താ അഡീഷണൽ കണ്ടീഷൻ നോക്കിക്കോളൂ. ഹി ഹാസ് ബീൻ റെസിഡന്റ് ഇൻ ഇന്ത്യ അറ്റ്ലീസ്റ്റ് 2 out of 10 പ്രീവിയസ് ഇയർ പ്രിസീഡിംഗ് ദ റെലവന്റ് പ്രീവിയസ് ഇയർ. എന്താണ്, he has been resident in India at least 2 out of 10 previous year.
എന്ത് ചെയ്യുന്നു, 10 പ്രീവിയസ് ഇയറിൽ എടുത്താൽ 2 പ്രീവിയസ് ഇയറിലെങ്കിലും അയാൾ എന്തായിരിക്കണം, 2 out of the 10 previous year preceding the relevant previous yearന് തൊട്ട് മുമ്പുള്ള 10 വർഷം എടുത്താൽ, പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുമ്പുള്ള 10 വർഷം എടുത്താൽ അതിൽ 2 വർഷമെങ്കിലും അയാൾ റെസിഡൻ്റ് ആയിരിക്കണം. അത് റെസിഡൻ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ റെസിഡൻ്റ് ഓർഡിനറി നോട്ട് ഒന്നും വേണ്ട, ബേസിക് കണ്ടീഷൻ ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്ത് ഈ 10 വർഷം, ഈ പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുമ്പുള്ള 10 വർഷങ്ങളിൽ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ ഫോളോ ചെയ്ത് റെസിഡൻ്റ് ആയ ഒരാളായിരിക്കണം. ഇനി സെക്കൻഡ് കണ്ടീഷൻ നോക്കൂ, ഹി ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 730 days in all during the 7 previous year preceding the 11 previous year. പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 7 വർഷങ്ങൾ എടുക്കുമ്പോൾ അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ദിവസങ്ങൾ കൂട്ടിയാൽ 730 days ഉണ്ടാകിരിക്കുകയും വേണം. പിടികിട്ടിയോ? പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുമ്പുള്ള 7 വർഷം എടുക്കുക, ആ 7 വർഷത്തിൽ ഓൾമോസ്റ്റ് 730 days അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ദിവസങ്ങൾ 730 days പ്ലസ് ആയിരിക്കണം. ഈ 2 കണ്ടീഷനും ഓക്കെ ആണെങ്കിൽ അയാൾ ആരായി, റെസിഡൻ്റ് ആൻഡ് ഓർഡിനറി ആയി. ഇതിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ റെസിഡൻ്റ് ആൻഡ് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ് ആവുന്നത്. കണ്ടോ, ഇൻ കണ്ടീഷൻ ആയിട്ട് പറയാണ്, residence of 2 out of 10 preceding the previous year means that the assessee must have satisfied at least one of the basic condition for 2 years out of 10 preceding previous year in the condition. അതാണ് ഞാൻ പറഞ്ഞത്, ആ 10 ഇയറിൽ 2 വർഷം റെസിഡൻ്റ് ആകണം എന്ന് പറയുമ്പോൾ ആ 2 വർഷത്തിൽ ബേസിക് കണ്ടീഷൻ ഏതെങ്കിലും പാലിക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. കണ്ടോ, residence of 2 out of 10 previous year means that the assessee must have satisfied at least one of the basic condition for 2 years. ആ 2 വർഷത്തിൽ ഏതെങ്കിലും, ആ 10 വർഷത്തിൽ ഏതെങ്കിലും 2 വർഷം അയാൾ ബേസിക് കണ്ടീഷൻ ഫോളോ ചെയ്യാനിരിക്കണമെന്നേ ഉള്ളൂ. ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന്. The assessee must have physically present in India for at least 730 days during the 7 previous year preceding the 11 previous year. ആ 730 days ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ അവിടെ അയാൾ ഫിസിക്കലി പ്രസന്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അടുത്തത് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ്. നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ്. ഇഫ് ആൻ ഇൻഡിവിജ്വൽ സാറ്റിസ്ഫൈസ് എനി വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻ എ ഓർ ബി, ബേസിക് കണ്ടീഷൻ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യും, ഡസ് നോട്ട് സാറ്റിസ്ഫൈ ദ അഫോർസെഡ് അഡീഷണൽ ടു അഡീഷണൽ കണ്ടീഷൻ, അഡീഷണൽ കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യാതിരിക്കുകയോ, ഹി ഈസ് സെഡ് ടു ബി നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യാതിരിക്കുകയും ഏതെങ്കിലും ഒരു കണ്ടീഷൻ, ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ ഹി വിൽ ബിക്കം നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. അപ്പോൾ ഓർത്തോണം, അഡീഷണൽ കണ്ടീഷൻ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ പോരാ, 2ഉം വേണം. 2ഉം ചെയ്തില്ലെങ്കിൽ, ഒന്ന് ചെയ്തിരുന്നാലും 2ഉം ചെയ്തില്ലെങ്കിലും എന്താണ്, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ് ആവുന്നത്. Okay, it means that in order to be classified as not ordinary resident, an individual resident is to prove that either he has been resident in India less than 2 out of 10 previous year preceding the 11 previous year, or he has been in India for less than 730 days during the. അപ്പോൾ ഈ അഡീഷണൽ കണ്ടീഷൻ രണ്ടും അതാണ് ഈ പറഞ്ഞിരുന്നത്, ഇത് രണ്ടും അയാൾ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ, അയാൾ പ്രൂവ് ചെയ്യണം ഞാനിവിടെ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 10 വർഷങ്ങളിൽ 2 വർഷം മിനിമം റെസിഡൻ്റ് ആയിരുന്നുവെന്നും 7 വർഷം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 730 days ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് പ്രൂവ് ചെയ്താൽ മാത്രമേ അയാൾ നോട്ട് ഓർഡിനറി ഓർഡിനറി ആവുള്ളൂ. അങ്ങനെ അല്ലെങ്കിൽ നോട്ട് ഓർഡിനറി ആണ് ആവുന്നത്. അടുത്തത് നോൺ റെസിഡൻ്റ് ആണ്. നോൺ റെസിഡൻ്റ് ഇറ്റ്സ് വെരി സിമ്പിൾ. ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാതെ, ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരെണ്ണം പോലും സാറ്റിസ്ഫൈ ചെയ്യാത്ത ആൾ, അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇന്ത്യയിൽ പ്രീവിയസ് ഇയറിൽ 59 ദിവസമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ 60 ദിവസത്തിന് താഴെ പറഞ്ഞാൽ അപ്പോൾ അയാൾ ആരായി, നോൺ റെസിഡൻ്റ് ആയി. മനസ്സിലായോ? അപ്പം നോൺ റെസിഡൻറ്റ്, ഇഫ് ആൻ ഇൻഡിവിജ്വൽ സാറ്റിസ്ഫൈസ് നൺ ഓഫ് ദ എഫോർസെഡ്, നേരത്തെ പറഞ്ഞ ബേസിക് കണ്ടീഷൻ, ബേസിക് കണ്ടീഷൻ അഡീഷണൽ കണ്ടീഷൻ രണ്ടാണേ. എഫോർസെഡ് ബേസിക് കണ്ടീഷനിൽ ഒന്നുപോലും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത ആള് എ ആൻഡ് ബി സ്റ്റേറ്റഡ് അണ്ടർ ദ ഹെഡ് റെസിഡൻറ്റ്, ഹി ഈസ് സെഡ് ടു ബി നോൺ റെസിഡൻറ്റ്. അങ്ങനെയെങ്കിൽ അയാൾ ആരാകും, നോൺ റെസിഡൻ്റ് ആവും. ഇൻ ദിസ് കേസ് അഡീഷണൽ കണ്ടീഷൻസ് ആർ ഇറലവൻറ്റ്. അങ്ങനെ എങ്കിൽ പിന്നെ അഡീഷണൽ കണ്ടീഷൻ നോക്കേണ്ട കാര്യമില്ല. റെസിഡൻ്റ് ആണെങ്കിലല്ലേ അഡീഷണൽ കണ്ടീഷൻ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി ബേസിക് കണ്ടീഷൻ ഒന്നുപോലും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ അഡീഷണൽ കണ്ടീഷൻ ഒന്നും നോക്കേണ്ടുന്ന ആവശ്യമില്ല.
അടുത്തത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഫോം അസോസിയേഷൻ ഓഫ് പേഴ്സൺ. Association of person should be definite source of person should be a definite source of income. പോട്ടെ, അടുത്ത ഇത് ഇങ്ങനെയില്ല കേട്ടോ, പേഴ്സൺസ് ഇത്രയും കട്ട് ചെയ്തതാണ്, ഇതില്ല കേട്ടോ. അടുത്തത് HUF ഫേം അസോസിയേഷൻ ഓഫ് പേഴ്സൺസിൻ്റെയൊക്കെ എന്താണ് അവരുടെയൊക്കെ ഒരു റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് പറയുന്നത്. അപ്പോൾ ആദ്യം പറയുക ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഈ HUF ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ ഫാമിലി പരമായിട്ട് ബിസിനസ് നടത്തുന്നവരെയാണ്. അത് നമുക്ക് ഇപ്പോൾ ഇവിടെ കേരളത്തിൽ അത്ര കോമൺ അല്ല. ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യയിൽ പട്ടേൽ ഗ്രൂപ്പ്, ദലാൽ ഗ്രൂപ്പ്, അങ്ങനത്തെ കുറേ ഗ്രൂപ്പ്, അങ്ങനത്തെ ഫാമിലി ബിസിനസ് റൺ ചെയ്യുന്ന ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. അവിടെ പിന്നെ ആ റിലീജിയൻ ആണല്ലോ, അങ്ങനെയാണ് ഈ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരുന്നത്. അതൊരു ഗ്രൂപ്പാണ്, അവർ പ്രത്യേക അസസ്മെൻറ്റും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അവരുടെ മാനേജറാണ് നമ്മൾ കർത്ത എന്ന് പറയുന്നത്. അവരെ ആ എൽഡർ മോസ്റ്റ് മെയിൽ മെമ്പറിനെയാണ് നമ്മൾ കർത്ത എന്ന് പറയുന്നത്. ഹീ ഈസ് റെസ്പോൺസിബിൾ ഫോർ ടാക്സ് പേയ്മെൻറ്റ് ആൻഡ് അതർ റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ കർത്തയാണ് എല്ലാം നോക്കുന്നത്. കർത്ത എന്ന് പറയുന്ന ഒരു ടേം ആണ് കേട്ടോ, കർത്ത. നമ്മളിതിനോട് നമ്മളിനി ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ഇത് പറയും. ഇപ്പോൾ കർത്തയാണ് നമ്മൾ സിംപ്ലി മാനേജർ, ആ ബിസിനസിൻ്റെ മാനേജർ അല്ലെങ്കിൽ CEO MD എന്നൊക്കെ അതുപോലെയാണ് കർത്ത. അപ്പോൾ ഈ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് സിംപ്ലി അവിടെ ഡേയ്സും കാര്യങ്ങളും ഒന്നുമില്ല, ഇൻഡിവിജ്വലിന് മാത്രമാണ് ഡേയ്സ് വെച്ചിട്ട് നോക്കുന്നത്. HUFന് ഡേയ്സ് നോക്കും, പറഞ്ഞുതരാം. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഫേം AOP BOIൻ്റെയൊക്കെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നത് അവരുടെ കൺട്രോൾ ആൻഡ് അഫയേഴ്സ്, അവരുടെ ഡിസിഷൻസും കാര്യങ്ങളും തീരുമാനങ്ങളും ഒക്കെ എടുക്കുന്നത് ഇന്ത്യയിലാണോ എന്ന് നോക്കുകയാണ്. അത് ഇന്ത്യയിലാണെങ്കിൽ ഇപ്പം നമുക്കറിയാലോ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാണ്, റെസിഡൻറ്റ് നോൺ റെസിഡൻറ്റ്. റെസിഡൻ്റ് ആണെങ്കിലാണ് ഓർഡിനറിലി നോട്ട് ഓർഡിനറിലി. അപ്പോൾ HUFനെ സംബന്ധിച്ചിടത്തോളം കൺട്രോൾ ആൻഡ് അഫയേഴ്സ് ഇന്ത്യയിലാണെങ്കിൽ കണ്ടോ, resident India any previous year if the control and management of its affairs is situated wholly or partly in India. Okay, അത് മുഴുവനായിട്ടോ അല്ലെങ്കിൽ പാർട്ടായിട്ടോ ഇന്ത്യയിലാണെങ്കിൽ wholly or partly India during the 11th previous year, even if a part of their control and management is situated in India during the previous, ഒരു കൺട്രോൾ ഒരു പാർട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്നാലും മതി, they will be called resident in India. എങ്കിൽ അവരെ എന്തെന്ന് വിളിക്കും, റെസിഡന്റ് എന്ന് വിളിക്കും. Okay, a resident HUF will be ordinary resident only when Karta satisfies both the additional conditions of the ordinary resident as individual. ഇനി HUFനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ നോക്കിക്കോളൂ. ആദ്യം നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നത്, റെസിഡന്റ്. ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത് റെസിഡന്റ് ആണോ എന്നുള്ളതാണ്, അതോ നോൺ റെസിഡന്റ് ആണോ എന്നുള്ളതാണ്. റെസിഡന്റ് ആയാലാണ് പിന്നെ എന്തുള്ളത്, ഓർഡിനറിലിയും നോട്ട് ഓർഡിനറി, റെസിഡന്റ് ആൻഡ് ഓർഡിനറിലിയും റെസിഡന്റ് ആൻഡ് നോട്ട് ഓർഡിനറിലിയും ഉള്ളത്. HUFനെ സംബന്ധിച്ചിടത്തോളം കൺട്രോൾ ആൻഡ് അഫയേഴ്സ് ഇന്ത്യയിൽ ഹോളി ആയിട്ടോ പാർട്ടായിട്ടോ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അത് റെസിഡന്റ് ആവും, അത് ഇന്ത്യയിൽ ഇല്ലെങ്കിൽ നോൺ റെസിഡന്റ് ആവും. അവിടെ ബേസിക് കണ്ടീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, അവിടെ കൺട്രോൾ ആൻഡ് അഫയേഴ്സ് ഇന്ത്യയിലാണോ, HUF എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് സ്ഥാപനമല്ലേ, അതിന്റെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഇന്ത്യയിലാണോ. ഇനി HUFന് മാത്രം അഡീഷണൽ കണ്ടീഷൻ ഫോളോ ചെയ്താൽ, ഇപ്പോൾ ഒരു റെസിഡന്റ് ആയിട്ടുള്ള ഒരു HUF ഓർഡിനറിലി ഓർഡിനറിലി റെസിഡന്റ് ആൻഡ് ഓർഡിനറിലി ആവണമെങ്കിൽ കർത്ത ഇല്ലേ, കർത്ത ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കർത്ത അഡീഷണൽ കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ആണ്. അവിടെ മാത്രമേ ഡേയ്സ് ഉള്ളൂ. അപ്പോൾ ഇത് HUF മാത്രം കുറച്ചൊന്ന് ട്വിസ്റ്റിംഗ് ആണ്. അവർക്ക് കൺട്രോൾ ആൻഡ് അഫയേഴ്സ് ഇന്ത്യയിലാണെങ്കിൽ റെസിഡന്റ്, അത് ഹോളായിട്ടോ പാർട്ടാലോ ഇന്ത്യയിലാണെങ്കിൽ അത് റെസിഡന്റ് ആയി, അല്ലെങ്കിൽ നോൺ റെസിഡന്റ് ആയി. ഇനി ഓർഡിനറിലി ആണോ നോട്ട് ഓർഡിനറിലി ഉള്ളത്, HUFന് മാത്രമേ ഉള്ളൂ. ഫേം AOP BOI വേറെ ആർക്കും അവിടെ പിന്നെ അങ്ങനത്തെ ഒരു ഇതില്ല, റെസിഡന്റ് അല്ലെങ്കിൽ നോൺ റെസിഡന്റ്, ഓർഡിനറിലി നോട്ട് ഓർഡിനറിലി ഒന്നുമില്ല അവിടെ. HUFന് മാത്രം അവിടെ ഓർഡിനറിലി നോട്ട് ഓർഡിനറിലി ഉണ്ട്. റെസിഡന്റ് HUF ആണെങ്കിൽ കർത്ത അഡീഷണൽ കണ്ടീഷൻ രണ്ടും ഫോളോ ചെയ്തിരുന്നാൽ HUF will become ordinary resident. കർത്ത അഡീഷണൽ കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ എന്താവും, നോൺ റെസിഡന്റ് നോട്ട് ഓർഡിനറി റെസിഡന്റും ആകും. ഓക്കെ,
കണ്ടോ, ഫേം ആൻഡ് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് കനോട്ട് ബി നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. ഫേം അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് അവർക്കൊന്നും ഈ നോട്ട് ഓർഡിനറി റെസിഡൻസ് പരിപാടിയില്ല. ഇൻഡിവിജ്വലിനും HUFനും മാത്രമേ ഉള്ളൂ. A Hindu undivided family is not ordinary resident in India if its karta or manager does not satisfy both of the additional condition. Additional condition satisfy ചെയ്യാത്ത കർത്തയാണ് എങ്കിൽ ആ പർട്ടിക്കുലർ HUF നോട്ട് ഓർഡിനറി റെസിഡന്റ് ആകും. HUFന്റെ കേസിൽ മാത്രം. കണ്ടോ, ഫേം AOP cannot be not order. ഫേം AOPക്ക് ഒന്നും എന്തില്ല, ഈ പറഞ്ഞ പോലെ നോട്ട് ഓർഡിനറി അങ്ങനത്തെ ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ല. Non-resident. All the three types of assessees, HUF, firm, AOP are non-resident only when the control and management of their affairs is situated wholly outside India. ഇനി കൺട്രോൾ ആൻഡ് അഫയേഴ്സ് ഇന്ത്യയിൽ ഒരു തുള്ളി പോലും ഇല്ല, ഒരു പൊടി പോലും ഇല്ല. കൺട്രോൾ ആൻഡ് അഫയേഴ്സ് ഇന്ത്യക്ക് പുറത്താണ് എങ്കിൽ എന്താവുകയാണ്? That HUF will become non-resident, that firm will become non-resident, that AOP will become non-resident. Okay, അതാണ് നോൺ റെസിഡന്റ് പറയുന്നത്. അടുത്തത് കമ്പനീസ് ആണ്. കമ്പനീസ് ഒക്കെ വളരെ എളുപ്പമാണ്. കൺട്രോൾ ആൻഡ് അഫയേഴ്സ് ഇന്ത്യയിലാണെങ്കിൽ റെസിഡന്റ്, കൺട്രോൾ ആൻഡ് അഫയേഴ്സ് ഇന്ത്യയിൽ അല്ലെങ്കിൽ നോൺ റെസിഡന്റ്. വേറെ നോട്ട് ഓർഡിനറി അതൊന്നുമില്ല. റെസിഡന്റ് കമ്പനി സെഡ് ടു ബി റെസിഡന്റ് ഇൻ ഇന്ത്യ എനി ഓഫ് ദ പ്രീവിയസ് ഇയർ, ഇറ്റ്സ് ആൻ ഇന്ത്യൻ കമ്പനി, അതൊരു ഇന്ത്യൻ കമ്പനി ആയിരിക്കണം. ഇറ്റ്സ് പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ് ഇൻ ദാറ്റ് ഇയർ ഈസ് ഇൻ ഇന്ത്യ. പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ് എവിടെ ആയിരിക്കണം? ഇന്ത്യയിൽ ആയിരിക്കണം. കൺട്രോൾ ആൻഡ് അഫയേഴ്സ് ആണ് അവിടെ പറഞ്ഞത്, കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഇന്ത്യൻ കമ്പനി ആയിരിക്കണം. കൺട്രോൾ ആൻഡ് അഫയേഴ്സ് അതായത് എഫക്റ്റീവ് മാനേജ്മെന്റ് ഇന്ത്യയിലായിരിക്കണം. പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് മീൻസ് എ പ്ലേസ് വെയർ കീ മാനേജ്മെന്റ് ആൻഡ് കൊമേഴ്ഷ്യൽ ഡിസിഷൻസ് that are necessary for the conduct of the business of an entity as whole in substance made. അതായത് എവിടെയാണോ ഓഫീസ് തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന കൊമേഴ്ഷ്യൽ ഡിസിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് എവിടെയാണോ ആ പ്ലേസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്ലേസ് ഓഫ് ഇഫക്റ്റീവ് മാനേജ്മെന്റ്. അത് ഇന്ത്യയിലാണെങ്കിൽ that company will become resident. അത് ഇന്ത്യയിൽ അല്ലെങ്കിൽ that company will become non-resident. Ordinarily, not ordinarily ഒന്നും ഇല്ല കേട്ടോ. Not ordinarily, a company is never not ordinarily അല്ല, non-resident. Place of residence അതായത് place of effective management ഇന്ത്യയിലല്ല എങ്കിൽ that company will become non-resident. If a company does not satisfy both the aforesaid conditions or residenceന്റെ condition ആണ്, ദിവസമൊന്നും ഇല്ല കേട്ടോ. It is said to be non-resident company. It means neither the company is an Indian company nor the place of its effective management is in India. അത് ഇന്ത്യൻ കമ്പനി അല്ല, അതിൻ്റെ എഫക്റ്റീവ് മാനേജ്മെന്റ് ഇന്ത്യയിൽ അല്ലെങ്കിൽ അത് നോൺ റെസിഡന്റ് ആകും. Every other person, local authority, artificial juridical person is said to be resident in India in previously in every case except where during that their control and management of its affairs situated wholly outside in India. Okay. Wholly resident in India in any said to be wholly situated in India എന്നാണ് കേട്ടോ, ചെറുതായിട്ടൊന്ന് പറ്റിപ്പോയി. അതായത് എവിടെയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, കൺട്രോൾ ആൻഡ് അഫയേഴ്സ് ഇന്ത്യയിലാണെങ്കിൽ അതെന്താണ്? കംപ്ലീറ്റ്ലി അത് റെസിഡന്റ് ആണ്. കൺട്രോൾ ആൻഡ് അഫയേഴ്സ് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇത് തെളിയിക്കണം. ഈ ആർട്ടിഫിഷ്യൽ ജുഡിക്കൽ എവരി അതർ പേഴ്സൺ ആകുമ്പോൾ അത് തെളിയിക്കണം എന്നുള്ളതാണ്. തെളിയിച്ചിട്ട് വേണം അത് പറയാൻ. അത് ഡിപ്പെൻസ്, അത് മറ്റവരുടെ പോലെ ഡിപ്പെൻസ് ആണ്, അത് ഓരോ സിറ്റുവേഷനിലും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇൻഡിവിജ്വൽസിന് മാത്രമാണ് 4 കണ്ടീഷൻ വരുന്നത്. ബേസിക് കണ്ടീഷനും അഡീഷണൽ കണ്ടീഷനും വരുന്നത്. HUFനെ സംബന്ധിച്ചിടത്തോളം കൺട്രോൾ ആൻഡ് അഫയേഴ്സ് ഇന്ത്യയിലാണെങ്കിൽ റെസിഡന്റ് HUF ആയി, കൺട്രോൾ ആൻഡ് അഫയേഴ്സ് ഇന്ത്യയിൽ അല്ലെങ്കിൽ നോൺ റെസിഡന്റ് ആണ്. ഇനി HUFന്റെ കേസിൽ മാത്രം കർത്ത അഡീഷണൽ കണ്ടീഷൻസ് രണ്ടും സാറ്റിസ്ഫൈ ആണെങ്കിൽ HUF റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആവും. ബാക്കി കമ്പനി, ഫേം, AOP, BOI ആർക്കും കൺട്രോൾ ആൻഡ് അഫയേഴ്സ് ഇന്ത്യയിലാണെങ്കിൽ റെസിഡന്റ്, കൺട്രോൾ ആൻഡ് അഫയേഴ്സ് ഇന്ത്യയിൽ അല്ലെങ്കിൽ നോൺ റെസിഡന്റ്. അപ്പോൾ ഇത്രയാണ്, അതൊരു സമ്മറിയെ പോലെ ഓർത്തോളാം. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞ അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ, ഇത് മറ്റേ ആർട്ടിഫിഷ്യൽ ജുഡിക്കൽ പേഴ്സൻ്റെ ആണ്. അവരൊക്കെ ഈ പറഞ്ഞ പോലെ ഓരോ, അത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓരോ അസസിങ് ഓഫീസറിൻ്റെ മുമ്പ് നമ്മൾ തെളിയിക്കണം എത്ര ഡേറ്റ് അവരെത്ര ഉണ്ടായിരുന്നു, അവരുടെ ആ ഒരു സ്റ്റാറ്റസ്, ടോട്ടൽ ഇൻകത്തിൻ്റെ സ്കോപ്പ്, കാര്യങ്ങളൊക്കെ പറയണം. അതാണ് ഈ പറയുന്നത്.
കേട്ടോ. Thus different residential status for different sources of income for same assessment year is not possible. അപ്പോൾ ഡിഫറെൻ്റ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിഫറെൻറ്റ് സോഴ്സിന് അതൊരിക്കലും നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ അസസിങ് ഓഫീസറിൻ്റെ മുമ്പേ, അതായത് ഈ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്, എവരി അതർ പേഴ്സൻ്റെ കാര്യം മാത്രമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതിനുള്ളത് മാത്രം അത് ഡിപ്പെൻസ് ആണ്, അത് സിറ്റുവേഷൻ പോലെ നമ്മൾ നോക്കുക. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ട് നമുക്ക് പോട്ടെ. നെക്സ്റ്റ് ഈസ് ടാക്സ് ഇൻസിഡൻസ് ഓർ സ്കോപ്പ് ഓഫ് ടാക്സ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, തുടക്കത്തിലേ നമ്മൾ പറഞ്ഞു ടാക്സ് നമ്മൾ ഇമ്പോസ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. അപ്പോൾ ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ നിന്ന് പുറത്ത് റിസീവ് ചെയ്തൊരു ഇൻകം, ഓക്കെ, ഇന്ത്യയിൽ പുറത്ത് തന്നെ അക്രൂ ചെയ്തു, ഇന്ത്യയിൽ പുറത്ത് തന്നെ നമ്മൾ റിസീവ് ചെയ്തിട്ടുള്ള ഒരു ഇൻകം, അത് ആർക്കെങ്കിലും ടാക്സ് കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ റെസിഡൻറ്റിന് ടാക്സ് കൊടുക്കണമായിരിക്കും, നോൺ റെസിഡൻറ്റിന് ടാക്സ് കൊടുക്കേണ്ടതായിരിക്കും. അപ്പോൾ അതാ പറഞ്ഞത് ഒരു ഇൻകം അതിനെ നമ്മൾ ടാക്സ് ഇൻസിഡൻസ് ഓർ സ്കോപ്പ് ഓഫ് ടാക്സ് എന്നാണ് പറയുക. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ടാക്സ്, അതിനെയാണ് നമ്മൾ ടാക്സ് ഇൻസിഡൻസ് ഓർ സ്കോപ്പ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. ഇൻസിഡൻസ് ഓഫ് ടാക്സ് ഓൺ എ ടാക്സ് പേയർ ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. അയാളുടെ ആ ഒരു ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ അറിയില്ല, ആ ടാക്സ് വന്ന് പതിക്കുന്നത്, അപ്പം ടാക്സ് കിട്ടുന്നത് അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ആൻഡ് ഓൾസോ ഓൺ എ പ്ലേസ് ഓഫ് ടൈം ഓഫ് അക്രൂവൽ ഓർ റെസിറ്റ് ഓഫ് ഇൻകം എന്നും കൂടെ, റെസിറ്റ് ഓഫ് ഇൻകം. അപ്പോൾ ആ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻസിഡൻസ് ഓഫ് ടാക്സ് കിടക്കുന്നത്. ഇതാണ് ഒരു സ്കോപ്പ് ഓഫ് ഇൻകം ടാക്സ് കിടക്കുന്നത്. സ്കോപ്പ്, അതായത് വളരെ പെട്ടെന്ന് മനസ്സിലാകാൻ ആദ്യം നോക്കിക്കോളൂ, ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ, ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യയിൽ വെച്ച് ഈ പൈസ വാങ്ങിച്ചു, ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ. അക്രൂ ചെയ്തത് ഈ ലോകത്തിൻ്റെ പുറത്ത് എവിടെയെങ്കിലും ആയിക്കോട്ടെ, ഇയാളിപ്പോൾ ജർമ്മനിയിൽ ചെയ്ത ഒരു സർവീസിൻ്റെ പൈസ ഇന്ത്യയിൽ നിന്ന് വാങ്ങിച്ചു, ഒരു പേഴ്സൺ ജർമ്മനിയിലാണ് ആ ജോലി ചെയ്തത്, പക്ഷെ അതിൻ്റെ പൈസ ഇവിടെ നിന്ന് കിട്ടി. അല്ലെങ്കിൽ ജർമ്മനിയിലാണ് ജോലി ചെയ്തത്, പൈസ ഇവിടെ കിട്ടിയതായിട്ട് കരുതുന്നു, അതായത് റിസീവ്ഡ് ഇൻ ഇന്ത്യ, ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. കണ്ട, ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ, ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ, ബോത്ത് പാർട്ടീസ്, എല്ലാ പേർക്കും ടാക്സബിൾ ആണ്. റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്, റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്, നോൺ റെസിഡന്റ്, ഇവർക്ക് 3 പേർക്കും ടാക്സബിൾ ആണ്. എന്തൊക്കെയാ? അപ്പം ആദ്യം അത് പെട്ടെന്ന് പഠിക്കാം. എന്താണ്? ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ, വെദർ അക്രൂഡ് ഇൻ ഇന്ത്യ ഓർ അക്രൂഡ് ഔട്ട്സൈഡ് ഇന്ത്യ. അക്രൂഡ് ഇന്ത്യയിലാണെങ്കിൽ ടാക്സബിൾ തന്നെയാണ്. ഇനി അക്രൂ ചെയ്തതും പുറത്താണ്, പക്ഷെ ഇന്ത്യയിൽ വെച്ച് റിസീവ് ചെയ്തു, അതാണ് ഇമ്പോർട്ടൻസ്. റിസീവ്ഡ് ഇൻ ഇന്ത്യ ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. അക്രൂ ചെയ്തത് ഇന്ത്യയിലായിക്കോട്ടെ, ഇന്ത്യയുടെ പുറത്തായിക്കോട്ടെ. ഓക്കെ, അപ്പോൾ അത് 3 പേർക്കും 3 കാറ്റഗറിക്കും ടാക്സബിൾ. 3 കാറ്റഗറി അറിയാലോ, റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്, റെസിഡന്റ് ആൻഡ് നോട്ട് ഓർഡിനറി റെസിഡന്റ്, ദെൻ നോൺ റെസിഡന്റ്. ഇനി അടുത്തത് നേരെ തിരിച്ചിട്ട്, റിസീവ് ചെയ്തത് ഇന്ത്യയിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് എവിടെയെങ്കിലും ആയിക്കോട്ടെ, അക്രൂഡ് ഇൻ ഇന്ത്യയാണ്. അക്രൂഡ്, അത് കിട്ടാൻ ഇന്ത്യയിലൊരു സർവീസ് ചെയ്തു, അതിൻ്റെ പൈസ പുറത്ത് ഫ്രാൻസിൽ നിന്ന് മേടിച്ചു, ഇന്ത്യയിലാണ് ജോലി ചെയ്തത്, ഇന്ത്യയിലാണ് അക്രൂ അയക്കുന്നത്. അക്രൂഡ് ഇൻ ഇന്ത്യ ഓർ ഡീംഡ് ടു ബി അക്രൂഡ് ഇന്ത്യ, അല്ലെങ്കിൽ ഡീംഡ് ടു ബി, ഇന്ത്യയിൽ വെച്ച് ഡ്യൂ ആയി ഏൺ ചെയ്തു എന്ന് കരുതുന്നു, ഡീംഡ് ടു ബി ഏൺഡ് ഇൻ ഇന്ത്യ. അപ്പം അക്രൂഡ് ഇൻ ഇന്ത്യ, ഏൺ ഇന്ത്യ, അക്രൂഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ അക്രൂ ചെയ്യുന്നു, ഡീംഡ് ടു ബി അക്രൂഡ്, അത് റിസീവ് ചെയ്തത് ഇന്ത്യക്കകത്തായിക്കോട്ടെ പുറത്തായിക്കോട്ടെ, അപ്പോഴും 4 പേർക്കും ടാക്സബിൾ. മനസ്സിലായോ? അപ്പൊ ആദ്യം നിങ്ങൾ നോക്കേണ്ടത്, അപ്പൊ ഇത് 4 പോയിന്റ് കിട്ടി. ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ 4 പേർക്കും ടാക്സബിൾ, ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ 3 പേർക്കും ടാക്സബിൾ, ഇൻകം അക്രൂഡ് ഇൻ ഇന്ത്യ 3 പേർക്കും ടാക്സബിൾ, ഇൻകം ഡീംഡ് ടു ബി അക്രൂഡ് ഇൻ ഇന്ത്യ 3 പേർക്കും ടാക്സബിൾ. അടുത്തത് ഫോറിൻ ഇൻകം ആണ്. ഇൻകം റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഫ്രം എ ബിസിനസ് സെറ്റപ്പ് ഇൻസൈഡ് ഇന്ത്യ. എന്ത് ചെയ്യുന്നു? ഇവിടെ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഒരു ബിസിനസിന്റെ പൈസ അത് വിദേശത്ത് വെച്ചിട്ട് തന്നെ അക്രൂ ആയി റിസീവും ചെയ്തു. ഇൻകം ഡീംഡ് ടു ബി അക്രൂഡ് ഇൻ ഇന്ത്യ. ഓക്കെ, ഫോറിൻ ഇൻകം ആണ്. ബിസിനസ് വിച്ച് ഇസ് കൺട്രോൾഡ് ആൻഡ് മാനേജ്ഡ്. ഇന്ത്യയിൽ മാനേജ് ചെയ്ത ബിസിനസ്സിനാണെങ്കിൽ ഇത് ശ്രദ്ധിച്ചോളൂ, ഡ്യൂ ആകുന്നതും അക്രൂ ആകുന്നതും പുറത്ത്.
ഡ്യൂ ആകുന്നതും അക്രൂ ആവുന്നതും പുറത്ത് തന്നെയാണ്. പക്ഷേ എന്താണ്, ബിസിനസ് സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഇന്ത്യയിലാണെങ്കിൽ ആദ്യത്തെ 2 പാർട്ടീസിന് മാത്രം എന്ത് ചെയ്താൽ മതി, ടാക്സ് കൊടുത്താൽ മതി. റെസിഡന്റ് ആണെങ്കിൽ ടാക്സ് കൊടുത്താൽ മതി. ഓർഡിനറി ആണെങ്കിൽ നോട്ട് ഓർഡിനറി, നോൺ റെസിഡന്റിന് അവിടെ ടാക്സ് കൊടുക്കേണ്ടുന്ന ആവശ്യമില്ല. അടുത്തത് ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പൊ ഇൻകം റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ, അക്രൂഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഫ്രം എ ബിസിനസ് സെറ്റപ്പ് ഔട്ട്സൈഡ് ഇന്ത്യ. അങ്ങനെയെങ്കിൽ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് മാത്രം ടാക്സ് കൊടുത്താൽ മതി, ഇത് രണ്ടുപേരും ടാക്സ് കൊടുക്കണം. ഓക്കെ, ഇനി അടുത്ത ഒരെണ്ണം കൂടെ, ഇത് തന്നെയാണ്. മറ്റെന്തെങ്കിലും ഇൻകം, ഫോറിൻ ഇൻകം ആണ് എന്നുണ്ടെങ്കിൽ, ഇൻകം റിസീവ് ചെയ്തതും അക്രൂ ചെയ്തതും ഒക്കെ പുറത്തുനിന്നാണ് എങ്കിൽ ആര് മാത്രം ടാക്സ് അടച്ചാൽ മതി, റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ടാക്സ് അടച്ചാൽ മതി. അപ്പം ഇതിങ്ങനെ തന്നെ ഒരു ടേബിളിലാക്കി, എളുപ്പമാണ്, സിമ്പിളാണ്, ഒന്നും നോക്കില്ല. അപ്പം ആദ്യത്തെ സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എളുപ്പമാണ്. റിസീവ്ഡ് ഇൻ ഇന്ത്യ, വെദർ അക്രൂഡ് ഇൻ ഇന്ത്യ ഓർ ഔട്ട്സൈഡ് ഇന്ത്യ, പറയാൻ എളുപ്പമല്ലേ. റിസീവ്ഡ് ഇൻ ഇന്ത്യ, അപ്പം 3 പേർക്കും ടാക്സബിൾ. ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ, 3 പേർക്കും ടാക്സബിൾ. അക്രൂഡ് ഇൻ ഇന്ത്യ, റിസീവ്, അപ്പം ആദ്യം റിസീവ്ഡ് ഇൻ ഇന്ത്യ, ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ, രണ്ടാമത് ഈ റിസീവ്ഡിനെ വരെ അക്രൂഡ് ആക്കി ഇട്ട് കൊടുക്കണം. അപ്പം അക്രൂ ചെയ്യുന്നത് ഇന്ത്യയിലാണെങ്കിൽ ഡീംഡ് ടു ബി അക്രൂഡ്. ഈ 4 കേസിലും 3 പേർക്കും ടാക്സബിൾ ആണ്. പിന്നെ ബിസിനസ് സെറ്റപ്പ് ഇൻ കൺട്രോൾ ഇന്ത്യ, അക്രൂ ചെയ്തതും റിസീവ് ചെയ്തതും ഒക്കെ ഇന്ത്യക്ക് പുറത്ത്. ബിസിനസ് കൺട്രോൾ ഇൻ ഇന്ത്യ, അത് ഇന്ത്യയിലാണെങ്കിൽ ആദ്യത്തെ 2 പേർക്കും ടാക്സബിൾ. ഇനി ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ റെസിഡന്റിന് മാത്രം ടാക്സബിൾ. സോ ദിസ് ഈസ് ദ ഇൻ നട്ട്ഷെൽ, അതായത് ഇൻസിഡൻസ് ഓഫ് ടാക്സിന്റെ നട്ട്ഷെൽ ആണ്. ഇതിങ്ങനെ തന്നെ നോക്കി വെച്ചേക്കാം. ഇനി പറയുന്നത് കമ്പ്യൂട്ട് ദ റെസിഡൻസ് സ്റ്റാറ്റസ് ഇൻ ദ ഫോളോയിങ് കേസസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, എ ജർമ്മൻ ഇൻഡിവിജ്വൽ ഹാവ് റിമൈൻഡ് ഇൻ ഇന്ത്യ ഫോർ 15 years, left for Germany in May 2021 and come back to India on 1st March 2024. 1st March 2024 തിരിച്ചു വന്നേക്കുന്നത്. അപ്പം നമ്മുടെ കറണ്ട് അസസ്മെന്റ് ഇയർ ആദ്യം എഴുതണം. കറണ്ട് അസസ്മെന്റ് ഇയർ 2023-24 ആണ്. 2023, അതായത് 1st April 23 മുതൽ 31st March 24 വരെയാണ്. ഈ പീരീഡിൽ എന്ത് ചെയ്യുന്നു ആണ് നോക്കേണ്ടത്. അപ്പോൾ റിമൈൻഡ് ഇൻ ഇന്ത്യ ഫോർ 15 years, ലെഫ്റ്റ് ഫോർ ജർമ്മനി ഇൻ 21 മെയ്യിൽ ജർമ്മനി പോയി, വന്നത് 1st March 2024 വന്നത്. അപ്പോൾ ഈ പ്രീവിയസ് ഇയറിൽ അയാൾ മാർച്ച് എത്ര ദിവസം ഉണ്ടായിരുന്നു, മാർച്ച് 31 ദിവസം, ഏപ്രിൽ 30 ദിവസം, അല്ലേ? അല്ല, മാർച്ച് മാത്രം 31 ദിവസം. ഏപ്രിൽ ആകുമ്പോൾ അടുത്ത വർഷം അതല്ലേ? മാർച്ച് 31 ദിവസം മാത്രമാണ് ഉണ്ടായിരുന്നത്. മാർച്ച് കഴിഞ്ഞപ്പോൾ ആ വർഷം തീർന്നു. പ്രീവിയസ് ഇയറിൽ 60 days പോലും ഇല്ല. ഹി വിൽ ബിക്കം നോൺ റെസിഡന്റ്. നോക്കി, ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ദ അസി ഡിസ് നോട്ട് remain in India for 182 days or more. Of course, he remained in India for period amounting altogether 365 days during the 4 years preceding the previous year, but he was not in India for 60 days or more. വെറുതെ എന്തിനാ ഇല്ലാത്ത 4 വർഷം മുമ്പ് എടുത്താൽ 60 ദിവസം ഉണ്ടായിരുന്നുവെങ്കിൽ അതിന്റെ പുറകിലത്തെ 4 വർഷം എടുത്താൽ 365 days ഒക്കെ ഉണ്ടായിരുന്നേനെ. 15 വർഷമൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആളല്ലേ. പക്ഷെ ബേസിക്കലി പ്രീവിയസ് ഇയറിൽ 60 ദിവസം ഇല്ല, വെറും 30-31 ദിവസമല്ലേ ഉള്ളൂ. സോ ഹി വിൽ ബി നോൺ റെസിഡന്റ്. അയാള് നോൺ റെസിഡന്റ് ആകും കേട്ടോ. ഇത് പല രീതിയിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അടുത്തത് ജർമ്മൻ ഇൻഡിവിജ്വൽ ഹാവ് റിമൈൻഡ് ഇന്ത്യ ഫോർ 15 years, ലെഫ്റ്റ് ഇൻ ജർമ്മനി മാർച്ച് 2000 and came back India on 30th September. 30th സെപ്റ്റംബറിലാണ്. അപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 6 മാസം ഉണ്ട്. അപ്പോൾ 182 days പ്ലസ് ഉണ്ട് അല്ലേ. The Assi remained India for more than 180 days during the previous year, that is 30th കണ്ട 30th സെപ്റ്റംബർ മുതൽ 30th മാർച്ച് വരെ he was not non-resident India 9 out of 10 previous year. Non-resident അല്ല preceding the previous year 2000. Further, he had been in India for a period of
amounting more than 729 days. ഇന്ത്യയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇതൊക്കെ അഡീഷണൽ കണ്ടീഷൻ 729 ദിവസമൊക്കെ കിട്ടും. 7 previous year preceding the previous year, hence he is ordinarily resident. അത് resident and ordinarily resident ആയി. ആദ്യമേ അയാൾ 6 മാസം കൂടുതൽ 182 days പ്ലേസ് ഉണ്ട് അയാൾ. അപ്പം തന്നെ അയാൾ എന്തായി, റെസിഡൻ്റ് ആയി. പിന്നെ നോക്കുമ്പോൾ കണ്ടോ, റിമൈൻഡ് 15 years ലെഫ്റ്റ് ജർമ്മനി ഇൻ മാർച്ച് 2021 എന്നാണ് പറയുന്നത്. കൈം ബാക്ക് ടു ഇന്ത്യ ഓൺ. അപ്പോൾ ആ ഒരു 22 മാത്രമല്ലേ ഇല്ലാതിരുന്നുള്ളൂ, ഒറ്റ വർഷമല്ലേ ഇല്ലാതിരുന്നുള്ളൂ. ദെൻ ആ 9 വർഷങ്ങളിലും അയാൾക്ക് നമ്മൾ ആ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. more than 729 days ഉണ്ട്. ഓക്കെ.